ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ബുധൻ, മറ്റന്നാൾ വ്യാഴം, ഇനി ഒരു ദിവസം മാത്രമേ ആട് 3 ഉൾപ്പെടെയുള്ള വിവിധ സിനിമകൾ ഈദ് റിലീസായി തിരഞ്ഞെടുക്കാൻ ബാക്കിയുള്ളൂ. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന ആട് 3-ൽ ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, രഞ്ജയ് പണിക്കർ, വിജയ് ബാബു, സണ്ണി വെയിൻ, ധർമ്മജൻ, ബിജുക്കുട്ടൻ, ഹരികൃഷ്ണൻ, ഫഹദ് മാനുവൽ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ സീൻ 1 ഇന്നലെ സംഭവിച്ചത് എന്ന പേരിൽ പ്രോമോ വീഡിയോ എന്ന് പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന 3 മിനിറ്റ് 38 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പ്രധാനമായും സൈജു കുറുപ്പ്, വിനീത് തട്ടിൽ എന്നിങ്ങനെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വീഡിയോയാണ് പ്രോമോ ആയി പുറത്തു വന്നിട്ടുള്ളത്. അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമ കേരളത്തിൽ 2,20,00,000 മുകളിലും വേൾഡ് പ്രീസെയിലായി 3,40,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. പവൻ കല്യാൺ നായകനാകുന്ന തെലുങ്ക് സിനിമ ഉസ്താദ് ഭഗത് സിംഗ് തിരഞ്ഞെടുക്കുന്നത് മാർച്ച് 19-നാണ്. ശ്രീലീല, റാഷി ഖന്ന, പാർത്ഥിവൻ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈദ് റിലീസായി തിയേറ്ററിലെത്തുന്ന അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുന്ന ഈ സിനിമ ഹരീഷ് ശങ്കറാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ഇന്ന് ഉച്ചയ്ക്ക് 11:45 വരെയുള്ള അപ്ഡേറ്റ് ചെയ്യപ്പെട്ട പ്രീസെയിൽ കളക്ഷൻ വിവരങ്ങൾ പ്രകാരം ആന്ധ്രാപ്രദേശിൽ 4,02,00,000 രൂപ, തെലങ്കാനയിൽ 1,68,00,000, കർണാടകയിൽ 37,00,000, തമിഴ്നാട്ടിൽ 5,50,000, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 4,00,000 എന്നിങ്ങനെ 6,17,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് പ്രീസെയിലായി $3,26,000, അതായത് 3,01,00,000 രൂപ. അങ്ങനെ ലോകമെമ്പാടുമായി 9,18,00,000 രൂപയാണ് ഈ സിനിമ നിലവിൽ പ്രീസെയിലായി സ്വന്തമാക്കിയിട്ടുള്ളത്. തകർപ്പൻ നേട്ടത്തോടെ പ്രീസെയിൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ദുരന്തർ 2. രൺവീർ സിംഗ് നായകനായി ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ മാർച്ച് 19 വ്യാഴാഴ്ചയാണ് തിയേറ്ററിലെത്തുന്നത്. അതേസമയം ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ വിവിധ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ നാളെ ബുധനാഴ്ച സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രീമിയർ ഷോ ഉൾപ്പെടെ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ന് ഉച്ചവരെ കേരളത്തിൽ 1,40,00,000 രൂപയാണ് പ്രീസെയിലായി ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 1,03,00,000 രൂപ നാളത്തെ പ്രീമിയർ ഷോ കളക്ഷനും 37,00,000 രൂപ വ്യാഴാഴ്ച റെഗുലർ ഷോ ബുക്കിംഗുമാണ്. നിലവിൽ 67,34,00,000 രൂപയാണ് ഇന്ത്യൻ പ്രീസെയിലായി ലഭിച്ചിട്ടുള്ളത്. വേൾഡ് പ്രീസെയിലായി ഇന്ന് ഉച്ചവരെ 101,71,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 4 ദിവസത്തെ വീക്കെൻഡ് പ്രീസെയിലായി ഈ സിനിമയ്ക്ക് 197,87,00,000 രൂപയാണ് ഉച്ചവരെ ലഭിച്ചിട്ടുള്ളത്. നിവിൻ പോളി നായകനായി ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഈദ് റിലീസായി മാർച്ച് 19-ന് തിയേറ്ററിലെത്തും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന മലയാള സിനിമയാണ് പ്രതിച്ഛായ. ഗോകുലം മൂവീസിന്റെ പാനൽ ഗോകുലം നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ഏറ്റവും പുതിയ റിലീസിംഗ് തീയതി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന മാർച്ച് 26-നാണ് ഈ സിനിമയുടെ പുതിയ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നവാഗതനായ ശിവകുമാർ മുരുകേശൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 25-ന് തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് തായ് കിഴവി. രാധിക ശരത് കുമാർ ടൈറ്റിൽ വേഷത്തിലെത്തുന്ന ഈ സിനിമയിൽ സിംഗംപുലി, അരുൾദോസ്, മുനീഷ് കാന്ത്, ബാലശരവണൻ, ഇളവരശു എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ചിത്രത്തിന്റെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 18 ദിവസത്തെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം തമിഴ്നാട്ടിൽ ഇന്നലെ വരെ ഈ സിനിമ 53,85,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 4,13,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 56,00,000, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 93,00,000 എന്നിങ്ങനെ 59,47,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് $1.12 മില്യൺ, അതായത് 10,35,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 18 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 69,82,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 9 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമ തമിഴ്നാട് ഷെയറായി മാത്രം 24,21,00,000 രൂപയും വേൾഡ് ഷെയറായി 30 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ജിത്തു സതീശൻ മകരത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 6-ന് തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് സംഭവം അധ്യായം 1. വിനീത് കുമാർ, അസ്കർ അലി, സിദ്ധാർത്ഥ് ഭരതൻ, സെന്തിൽ കൃഷ്ണ, അസീം ജമാൽ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 4,20,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 12-ാം ദിവസം എന്ന ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 20,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 4,40,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 12 ദിവസത്തെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ വേൾഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5,45,00,000 റേഞ്ചിലാണ്. അപ്പോൾ ഇന്നത്തെ സിനിമാ വിശേഷങ്ങളും വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.